Welcome back to the next topic, leadership. നേതൃത്വം. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാം. മിസ്റ്റർ ബാബു ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം കോതമംഗലത്ത് നിന്നും ബാംഗ്ലൂർക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രക്കിടയിൽ 8 കോളേജ് സ്റ്റുഡൻസ് ഗവൺമെന്റിന്റെ സ്റ്റുഡൻസ് കൺസെഷൻ ഡിസിഷന് എതിരായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങി. സ്കൂളൊക്കെ തുറന്ന സമയം ബസ് ചാർജ് ഒക്കെ കൂട്ടി. അപ്പൊ അതിനെതിരെ പ്രക്ഷോഭിച്ചുകൊണ്ട് ഒരു 8 സ്റ്റുഡൻസ് അവര് ഇങ്ങനെ റോഡിൽ ഇറങ്ങി ഇങ്ങനെ ബസ് തടഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവര് ബസിന്റെ ടയർ നശിപ്പിക്കാൻ തുടങ്ങി. എല്ലാ യാത്രക്കാരും ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് മിസ്റ്റർ ബാബു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പ്രക്ഷോഭകര് ടയർ നശിപ്പിക്കുന്നത് തടയാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർ പൂർവാധികം ശക്തിയോടെ പ്രകടനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ബാബു അല്പം ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ കേവലം 8 പേർ മാത്രമേ ഉള്ളൂ, എന്നാൽ ഈ ബസ്സിൽ ഞങ്ങൾ 49 പേരുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ വിട്ടു പോകണമെന്ന്. ഇത് കേട്ടതോടുകൂടി ബാക്കി ഇറങ്ങാൻ മടിച്ചിരുന്ന യാത്രക്കാരെല്ലാം എന്തിനും തയ്യാറായി സീനിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ ആ 8 സാമൂഹ്യ വിരുദ്ധർ അവരുടെ പ്രകടനം നടത്തി കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു. ഇവിടെ യാത്രക്കാർ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റ് യാത്രക്കാരെ അപേക്ഷിച്ച് മിസ്റ്റർ ബാബുവിന് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടത്? എങ്ങനെയാണ് അവർക്ക് അവരുടെ യാത്ര തുടർന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റിയത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റുള്ളവരെല്ലാം അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തല്ലേ. അപ്പോഴ് ബാബുവാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെ തടയാനായിട്ട് ചെന്നത്. അപ്പൊ മറ്റുള്ളവരെ അപേക്ഷിച്ച് അയാളിൽ എന്ത് കാണുന്നുണ്ട്? ഒരു മുൻകൈ എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൽ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം അല്ലെ. അങ്ങനെ ആ ബാബുവിന്റെ പ്രേരണയാലാണ് ബാക്കിയുള്ളവരും കൂടി ആ സീനിൽ വന്ന് അവരുടെ യാത്ര ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് വഴിതെളിച്ചത്. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് അല്ലെ, മുൻകൈ എടുക്കാനുള്ള, അതായത് ലീഡർഷിപ്പ് പോലെയുള്ള ഒരു ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ കണ്ടത്. നമുക്ക് അതിന്റെ മീനിങ്ങിലേക്ക് പോകാം. അപ്പൊ ഈ രീതിയിൽ എപ്പോഴൊക്കെ നാം ബിസിനസ് സാമ്രാജ്യങ്ങളുടെ വിജയഗാഥകൾ കേൾക്കുന്നുവോ അപ്പോഴൊക്കെ നാം അതിലെ നായകരെ കുറിച്ച് ഓർക്കാറുണ്ട് അല്ലെ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആണെങ്കിലും വിജയത്തിന് പിന്നില് ഒരു നല്ല നേതാവ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സിനെ ഓർക്കാതെ നമുക്ക് മൈക്രോസോഫ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനാകുമോ? നാരായണമൂർത്തിയെ കുറിച്ച് പറയാതെ ഇൻഫോസിസിനെയും, അസിം പ്രേംജിയെ കുറിച്ച് പറയാതെ വിപ്രോയെയും, JRD ടാറ്റയെ കുറിച്ച് പറയാതെ ടാറ്റയും നമുക്ക് സങ്കല്പിക്കാനാവില്ല. കാരണം എന്താ? ഈ സംരംഭങ്ങളുടെ വിജയശില്പികള് ഇവരാണ് അല്ലെ. ഈ സംരംഭങ്ങളുടെ എല്ലാം വിജയശില്പികളാണ് ഇവര്. അപ്പൊ ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയത്തിന്റെയും വളർച്ചയുടെയും പിന്നിൽ ഇത്തരം നേതാക്കളുടെ കരങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നേതൃത്വത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കൂൺസ് ആൻഡ് ഓഡോണൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. The ability of a manager to induce subordinates to work with confidence and zeal. ആത്മവിശ്വാസത്തോടും ഉത്സാഹത്തോടും കൂടിയും പണിയെടുക്കുന്നതിന് കീഴ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം. എബിലിറ്റി ഓഫ് എ മാനേജർ അല്ലെ, മാനേജർക്കുള്ള കഴിവ് എന്തിനാ? ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ്, കീഴ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന്. എങ്ങനെ? ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ, ആത്മവിശ്വാസത്തോടും ഉത്സാഹത്തോടും കൂടി ജോലി ചെയ്യുന്നതിന് അനുയായികളെ പ്രേരിപ്പിക്കുന്നതിനുള്ള കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് അറ്റ് വർക്ക് ടുവേഴ്സ് ഗോൾസ്. അതായത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി
എംപ്ലോയീസിന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലീഡർഷിപ്പ് എന്ന് വിളിക്കാം. ഇനി നമുക്കതിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നോക്കുക, ലീഡർഷിപ്പിന്റെ മീനിങ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇതിൽ നിന്ന് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നല്ല ഇൻട്രൊഡക്ഷൻ അതിന് വേണ്ടി തയ്യാറാക്കണം. മീനിങ് ആയിട്ട് ഇത്രയും എഴുതുക. ലീഡർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ by making them strive voluntarily towards achievement of organizational goals. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ അല്ലെ? ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു അല്ലെ? ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിച്ച് അവരെ കൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് indicates the ability of an individual to maintain good interpersonal relations with the followers and motivate them to contribute for achieving organizational objectives. ഇനി it indicates, ഇതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു മെയിൻറ്റെയിൻ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് വിത്ത് ഫോളോവേഴ്സ് അല്ലെ? അനുയായികളുമായിട്ട് ഏറ്റവും അടുത്ത ഇന്റർപേഴ്സണൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവരെ മോട്ടിവേറ്റ് ചെയ്യിച്ച് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു കഴിവാണ് ലീഡർഷിപ്പ് വഴി ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകൂടി പറയാം, ലീഡർഷിപ്പ് എന്നാൽ മറ്റുള്ളവരെ സ്വാധീനിച്ച് അവരെ സ്വമേധയാ നമ്മുടെ സ്ഥാപനത്തിന്റെ പൊതു ലക്ഷ്യങ്ങൾ നേടുന്നതിന് പ്രാപ്തരാക്കാനുള്ള നേതാവിന്റെ കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അനുയായികളെ സൃഷ്ടിക്കാനുള്ള നേതാവിന്റെ കഴിവിനാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപെട്ട് അവരെ കൊണ്ട് പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലാണ് ഒരു നേതാവിന്റെ വിജയം നിലകൊള്ളുന്നത്. അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. An examination of the above definition reveals the following important features of leadership. ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടെത്താം. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ് അതേഴ്സ്, അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു അല്ലെ? ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നേതൃത്വം കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെ? നമ്മുടെ ടെക്സ്റ്റിനകത്ത് നോക്കാം. അപ്പൊ ഇത് പോയിന്റ് ആയിട്ടാണ്, അല്ല ഒരു സെന്റൻസ് ആയിട്ടാണ് അതിനൊരു ഹെഡിങ് കൊടുക്കുക, ഇൻഫ്ലുവൻസ് അതേഴ്സ് എന്ന്. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ്സ് എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതുപോലെ വൺ വേർഡിലൊക്കെ ചോദിക്കാം, ഡാഷ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഏതാണ്? ലീഡർഷിപ്പ്. അപ്പൊ ആ ഹെഡിങ് കൊടുത്തിട്ട് ഈ എക്സ്പ്ലനേഷൻ എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഫീച്ചർ, ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നു. ലീഡർഷിപ്പ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനാണ് ലീഡർഷിപ്പ് ശ്രമിക്കുന്നത്. ലീഡർ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണ്? മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അല്ലെ? ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റിനകത്തെ പോയിന്റ് നോക്കിയേ. ലീഡർഷിപ്പ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. അത് തന്നെയാണ്. അപ്പൊ അത് ആ ഹെഡിങ് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. നേതൃത്വം മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്താനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇന്റർപേഴ്സണൽ റിലേഷൻസ്. വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ലീഡർഷിപ്പ് മേക്സ് പോസിബിൾ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. അപ്പൊ നേതൃത്വം വഴി നേതാക്കൾക്കും അനുയായികൾക്കും ഇടയിൽ നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് സാധിക്കുന്നു. ഇന്റർപേഴ്സണൽ റിലേഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു കണ്ടോ. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ്സ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. നേതാവും അനുയായികളും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഗോൾ. പൊതു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം. ലീഡർഷിപ്പ് ഇംപ്ലൈസ് അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ലീഡർഷിപ്പ് വഴി ഓർഗനൈസേഷന്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് വഴി ഉദ്ദേശിക്കുന്നത്.
ലീഡർഷിപ്പ് എക്സസൈസ് ടു അച്ചീവ് കോമൺ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കണ്ടിന്യൂസ് പ്രോസസ്. ഒരു തുടർ പ്രക്രിയയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. തുടർ പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഫോളോവേഴ്സ്. അനുയായികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു തുടർ പ്രക്രിയ അല്ലെങ്കിൽ ഒരു അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ് നേതൃത്വം എന്ന് നമുക്ക് പറയാം. ലീഡർഷിപ്പ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ നേതൃത്വം എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. ഇത് കൂടിയ മാർക്കിന്റെ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഹെഡിങ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇതിനെ ഒന്ന് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ കീവേഡ്സ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിടുക. ഇനി ഇതിനകത്ത് ഈ ഒരു സെന്റൻസ് വരച്ചിടുക. ആൻ ഇൻഡിവിജ്വൽ പൊസസിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ലീഡർഷിപ്പ് ഈസ് നോൺ ആസ് ലീഡർ. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആളെയാണ് എന്തെന്ന് പറയുന്നത്, ലീഡർ എന്ന് പറയുന്നത് അല്ലെ. ഇനി അതിന്റെ ഇത്രയൊക്കെയാണ് ഇതിന്റെ അകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കേണ്ട, പ്രാധാന്യം, ലീഡർഷിപ്പിന്റെ പ്രാധാന്യം. നമുക്ക് ഇത്രയാണ് നമ്മൾ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തത്. ഇൻഫ്ലുവൻസ് അതേഴ്സ്, ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അതായത് ലീഡേഴ്സും ഫോളോവേഴ്സ് മീൻസ് അനുയായികളും തമ്മിലൊരു വ്യക്തിഗത ബന്ധം ഉടലെടുക്കുന്നു. അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഗോൾ, പൊതുവായ ലക്ഷ്യം നേടുന്നതിനാണ് ഇതൊരു തുടർ പ്രക്രിയയാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇനി ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയത്തിന് പിന്നിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്, നേതൃത്വമാണ് അല്ലെ. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് ചിലപ്പം ബെനിഫിറ്റ്സ് എന്നൊക്കെ ആയിരിക്കും ചോദ്യത്തിൽ വരുന്നത്. സ്ലാഷ് ഇട്ടുകൊണ്ട് ബെനിഫിറ്റ്സ് എന്നൊക്കെ കൂടെ ഹെഡിങ്ങിനകത്ത് കൊടുക്കണം. ഇമ്പോർട്ടൻസ് നമുക്ക് ടെക്സ്റ്റിനകത്തൂടെ ഒന്ന് നോക്കാം. അതാ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ, ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു അല്ലെ. ബൈ ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ ദർ വിൽ ബി പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ സൈഡ് ഓഫ് എംപ്ലോയീസ്. അതായത് ആളുകളുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ സ്വാധീനിച്ച് അവരിൽ നിന്നും സ്ഥാപനത്തിന്റെ നേട്ടത്തിന് സഹായമായ രീതിയിലുള്ള സംഭാവനകൾ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിച്ച് അവരിൽ നിന്നും എന്ത് നേടിയെടുക്കാൻ സാധിക്കുന്നു, പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏത്, ലീഡർഷിപ്പ്. നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. അപ്പൊ ഇത് എഴുതാൻ ചോദിച്ചെന്നാല് ലീഡർഷിപ്പ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ എഴുതി, ഇൻട്രൊഡക്ഷൻ ലീഡർഷിപ്പിന്റെ മീനിങ് കൊടുക്കുക. എന്നിട്ട് കണ്ടോ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഫ്രം ദ ഫോളോയിങ് ബെനിഫിറ്റ്സ് ടു ദി ഓർഗനൈസേഷൻ. അപ്പൊ ഇമ്പോർട്ടൻസിനും ബെനിഫിറ്റ്സിനും ഒക്കെ ചോദിച്ചെന്നാൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. എന്നിട്ട് ഇനി ഇതിന് ഓരോന്നിനും ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ ഹെഡിങ് എന്താ ഇവിടെ കൊടുക്കേണ്ടത്, ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് മേക്സ് ദം to positively contribute their energies for the benefit of the organization. Good leaders always produce good results through their followers. അപ്പോൾ ലീഡർഷിപ്പ് അനുയായികളെ സ്വാധീനിക്കുകയും സ്ഥാപനത്തിന്റെ വിജയത്തിനായി ക്രിയാത്മകമായ സംഭാവനകൾ നൽകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ലീഡർ എപ്പോഴും അനുയായികളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. നെക്സ്റ്റ് പോയിന്റ്, പേഴ്സണൽ റിലേഷൻസ്, വ്യക്തിപരമായ ബന്ധങ്ങള്. ത്രൂ ബെറ്റർ പേഴ്സണൽ റിലേഷൻസ് എ ലീഡർ ക്യാൻ മെയിൻറ്റെയിൻ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് നല്ല ബെറ്റർ പേഴ്സണൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷനിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല ജോലിക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ലീഡർഷിപ്പിന് സാധിക്കുന്നു. അപ്പം നല്ല പേഴ്സണൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ലീഡർഷിപ്പ് വഴി സാധിക്കുന്നു. നോക്കാം, എ ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഹെൽപ്സ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ നീഡ്സ്. ഹി പ്രൊവൈഡ്സ് നീഡഡ് കോൺഫിഡൻസ്, support and encouragement and thereby creates congenial work environment. ഒരു നേതാവ് എപ്പോഴും അനുയായികളുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്നത് വഴി അനുയായികളുടെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. ഫോളോവേഴ്സിന് അല്ലെങ്കിൽ അനുയായികൾക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനം നൽകുന്നത് രീതിയിലുമുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുന്നു. ക്രിയേറ്റ് എ കൺജീനിയൽ വർക്ക് എൻവയോൺമെന്റ്, നല്ല ഒരു തൊഴിൽ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു.
എന്തിന് അപ്പൊ ലീഡർഷിപ്പ് വഴി എന്ത് സാധിക്കുന്നു? പേഴ്സണൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുവഴി അവിടെ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ സാധ്യത ലഭിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രൊഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. സംഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, ഓർഗനൈസേഷനിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കുവാനായിട്ട് വളരെ എളുപ്പമാകുന്നു. ലീഡർഷിപ്പ് ഓവർറൈഡ്സ് ദ പ്രോബ്ലം ഓഫ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ലീഡർഷിപ്പ് വഴി മാറ്റങ്ങളോടുള്ള ചെറുത്തുനിൽപ്പ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കുന്നതിന് സാധിക്കുന്നു. നമുക്കറിയാം എല്ലായ്പ്പോഴും ബിസിനസിന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ ചെയ്തു പോയതിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ആരാണ്? ഒരു നേതാവാണ് അല്ലെങ്കിൽ ലീഡറാണ് അനുയായികളെ സ്വാധീനിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുക്കുന്നത്. അപ്പം എന്തിനു സഹായിക്കുന്നു? ഇൻട്രൊഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ. Okay, leader plays a key role in introducing required changes in the organization. ഒരു സ്ഥാപനത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ലീഡർ അത്യാവശ്യമാണ് അല്ലെ. ലീഡർ ആണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. He persuades, clarifies and inspires people to accept changes wholeheartedly. അപ്പോൾ ഒരു നേതാവ് എന്ത് ചെയ്യും? എപ്പോഴും ആ കാര്യങ്ങളെ കുറിച്ച് അല്ലെ, മാറ്റങ്ങളെ കുറിച്ചുള്ള അതിന്റെ അനിവാര്യതയെ കുറിച്ച് പ്രേരിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ പറയുകയും ആളുകളെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് സജ്ജരാക്കുകയും നല്ല മനസ്സോടുകൂടി ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു രീതിയിൽ അനുയായികളെ ആക്കിയെടുക്കുന്നത് ആരാണ്? ഈ ലീഡറാണ് അല്ലെ. അപ്പൊ ലീഡർഷിപ്പിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഈസി ആയിട്ട് മാറ്റങ്ങളെ ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളിക്കുന്നതിന് ലീഡർഷിപ്പ് വഴി സാധ്യമാകുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഹാൻഡിൽസ് കോൺഫ്ലിക്ട്സ് ഇഫക്റ്റീവ്ലി. എന്ന് വെച്ചാൽ എന്താണ്? സംഘർഷങ്ങൾ, കോൺഫ്ലിക്ട്സ് ഒക്കെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു. എ ഗുഡ് ലീഡർ ക്യാൻ ഹാൻഡിൽ ദ കോൺഫ്ലിക്ട്സ് ഇൻ ദ ഓർഗനൈസേഷൻ വിത്തൗട്ട് എനി അഡ്വേഴ്സ് ഇഫക്റ്റ്. അതായത് ഒരു നല്ല ലീഡർക്ക് ജീവനക്കാർക്കിടയിലെ സംഘർഷങ്ങളൊക്കെ വിപരീത ഫലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ, നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കുന്നതിന് സാധിക്കുന്നു. നോട്ട് നോക്കാം. എ ലീഡർ handles conflicts effectively and does not allow adverse effects resulting from the conflicts. ഇതിനകത്ത് അത്രയും മതി എക്സ്പ്ലനേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ലീഡർ വളരെ അത്യാവശ്യമാണെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു നല്ല നേതാവ് തന്റെ അനുയായികളെ അവരുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനൊക്കെ അനുവദിക്കുന്നു. അങ്ങനെ അതുവഴി അവർക്കിടയിലുള്ള കോൺഫ്ലിക്ട്സ് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എപ്പോഴും അനുയായികളോട് വസ്തുതകൾ ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുകയും അതിനായിട്ട് അവരെയൊക്കെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ഒരു വിപരീത ഫലങ്ങൾ ഒന്നുമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു സബോർഡിനേറ്റ്സ്. കീഴ് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നു. എ ഗുഡ് ലീഡർ ബിൽഡ് അപ്പ് ഹിസ് സക്സസേഴ്സ് ബൈ പ്രൊവൈഡിങ് ആഡിക്വേറ്റ് ട്രെയിനിങ്. ഒരു കീഴ് ജീവനക്കാർക്ക് പരിശീലനമൊക്കെ കൊടുത്ത് ഒരു നല്ല ലീഡർ ആണെങ്കിൽ അയാൾ തന്റെ പിൻഗാമിയെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ പിന്തുടർച്ചാ പ്രക്രിയ അവിടെ എന്താകുന്നു? വളരെ സുഗമമാകുന്നു. അപ്പൊ ആ ലീഡർ അയാളുടെ കാലം കഴിഞ്ഞെന്നാലും ആ സ്ഥാപനത്തിന് പുതിയൊരു ലീഡർ വേണമല്ലോ. അപ്പൊ ആ ലീഡറെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ ട്രെയിനിങ്ങും എന്ത് ചെയ്യുന്നു? ഈ നിലവിലുള്ള ലീഡർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു സബോർഡിനേറ്റ്സ്, അല്ലെ തന്റെ അനുയായികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകി എന്ത് ചെയ്യുന്നു? തന്റെ പിൻഗാമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. നോക്കുക, ലീഡർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. നല്ല നേതാവ് എപ്പോഴും അനുയായികളെ പരിശീലിപ്പിക്കുന്നു. A good leader always build up his successor and help in smooth succession process. അപ്പം തനിക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം നല്ല ലീഡർ എപ്പോഴും തന്റെ അനുയായികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും തന്റെ കാലശേഷം പിന്തുടർച്ചയായിട്ട് ആ സ്ഥാപനത്തെ നയിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു ആളെ അവിടെ നിന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ പിന്തുടർച്ച എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവിടെ മാറുകയും ചെയ്യും.
ഇത്രയുമാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിച്ചിരുന്നാൽ എഴുതേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.